ഒരു മാസക്കാലം നീണ്ട റംസാൻ വ്രതത്തിനു ശേഷം വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ഭക്തി നിർഭരമായി ആഘോഷിച്ചു. വിവിധ ഇടങ്ങളിൽ സംഘടിപ്പിച്ച പെരുന്നാൾ നമസ്കാരങ്ങളിൽ കുട്ടികളും മുതിർന്നവരുമടക്കം നിരവധി പേർ പങ്കെടുത്തു. മാവൂർ മേഖലയിലെ പെരുന്നാൾ നമസ്കാരം വിവിധ മസ്ജിദുകളിലും പ്രത്യേകം സജ്ജമാക്കിയ ഈദ്ഗാഹുകളിലുമായി നടന്നു. പള്ളികളിലെ പെരുന്നാൾ നമസ്കാരത്തിന് സ്ഥിരം മഹല്ല് ഖതീബുമാർ നേതൃത്വം നൽകിയപ്പോൾ ഈദ്ഗാഹുകളിലെ പ്രാർത്ഥനകൾക്കും പ്രഭാഷണങ്ങൾക്കും വിവിധ മതപ്രഭാഷകരാണ് നേതൃത്വം നൽകിയത്. ഈ മഹത്തായ സുദിനം ആഘോഷിക്കുമ്പോൾ, ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന ഈ മഹത്തായ സുദിനം ആഘോഷിക്കുമ്പോൾ നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്ത ഒരു കാര്യം, ഏതൊരു അള്ളാഹുവിന് വേണ്ടി പകലന്തിയോളം നോമ്പനുഷ്ഠിച്ചുവോ ജീവിതത്തിൽ എന്നെന്നും വലുതായി കാണുവാനുള്ള പ്രതിജ്ഞ പുതുക്കണം എന്നുള്ളതാണ്. ആഘോഷങ്ങൾ എപ്പോഴും മാന്യമായിരിക്കണം, മാതൃകാപരമായിരിക്കണം. അതുകൊണ്ടാണല്ലോ റമദാൻ കഴിഞ്ഞിട്ട് ഈ പെരുന്നാൾ ദിവസത്തിലും നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ചില സുന്നത്തുകളൊക്കെ നമ്മൾ പിന്തുടരാറുണ്ട്. അതിന് പോലും കൂലിയാണ്. അപ്പോൾ നമ്മളുടെ ആഘോഷത്തിൽ മാന്യത കാണിക്കുമ്പോൾ റബ്ബ് കൂലി തരും. ആ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഇങ്ങനെ ദിനം പങ്കെടുക്കല. ജമാഅത്തിന് പങ്കെടുക്കാത്ത ആളുകളെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ റസൂലുള്ളാഹിന്റെ പേര് ഇങ്ങനെ പറയാണ്, ഈ സദസ്സിൽ നിന്ന് നിങ്ങളുടെ നാവ് സ്വലാത്തിന് വേണ്ടി സെക്സ് റാക്കറ്റുകളുടെയും പലിശകളുടെയും എല്ലാ കൊലപാതകങ്ങളുടെയും പിന്നിൽ ഒരു മുസ്ലിമും പോവാൻ പാടില്ല. വിശ്വാസികൾ അങ്ങനെ വരാൻ പാടില്ല. റമളാനിൽ നേടിയെടുത്ത തഖ്വയും ഭക്തിയും കാരണം ഒരിക്കലും ആ രംഗത്തേക്ക് പ്രവേശിക്കാൻ പാടില്ല. അതുകൊണ്ട് വിശ്വാസികളെ ഈ റമളാനിൽ നേടിയെടുത്തത് നമ്മൾ സൂക്ഷിക്കാൻ. ഒരു മാസക്കാലം റമളാനിലൂടെ ആർജിച്ചെടുത്ത നന്മകൾ തുടർന്നുള്ള മാസങ്ങളിലെ ജീവിതത്തിന് വെളിച്ചം പകരേണ്ടതുണ്ടെന്ന് ഖതീബുമാർ ഓർമ്മപ്പെടുത്തി. ആഘോഷങ്ങൾ സൗഹാർദ്ദത്തിന്റെയും മാനവികതയുടെയും സന്ദേശങ്ങൾ കൈമാറുന്നതാവണമെന്നും പ്രഭാഷകർ ഓർമ്മിപ്പിച്ചു. എളമരം സംയുക്ത ഈദ്ഗാഹിൽ റഷീദ് മൗലവി ഓതായി, മാവൂർ സംയുക്ത ഈദ്ഗാഹിൽ അബ്ദുൽ ഗഫൂർ ഫാറൂഖി മടവൂർ, മാവൂർ പാറമ്മൽ ഈദ്ഗാഹിൽ സലീം സുല്ലമി അരീക്കോട്, കൂളിമാട് സംയുക്ത ഈദ്ഗാഹിൽ മുസ്ലിഹ് നീരോൽപാലം എന്നിവർ നേതൃത്വം നൽകി. ഖബർസ്ഥാൻ പള്ളികളിൽ നമസ്കാരാനന്തരം ഖബർ സിയാറത്തും മരണപ്പെട്ടവർക്ക് വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥനകളും നടത്തി. വിവിധയിടങ്ങളിൽ നമസ്കാരത്തിനെത്തിയവർക്ക് പാനീയങ്ങളും മധുര പലഹാരങ്ങളും വിതരണം ചെയ്തു. ഖഡോഡി ഗോൾഡൻ ഡയമണ്ട്സ്, മാവൂർ, പൂവാട്ടുപറമ്പ്. കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സാപ്പിൽ ലഭിക്കാൻ സ്പോർട് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക.